ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു വറുത്തരച്ച സാമ്പാറാണ്. കല്യാണ വീടുകളിൽ നിന്ന് കിട്ടുന്ന ആ സാമ്പാറിൻ്റെ ടേസ്റ്റാണ്. എങ്ങനെയാണെന്ന് നോക്കാം. പൊട്ട് വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, മുരിങ്ങാക്കായ, മീഡിയം സൈസ് സവാള, 5 ചെറിയുള്ളി, ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഈ കൂട്ടിൻ്റെ അരഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ആവശ്യമായ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇറക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 3 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം ഓയിൽ ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ സാമ്പാർ പൊടി. നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലായിടത്തും ഒരുപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം അരച്ചെടുക്കണം. ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1.5 കപ്പ് വെള്ളവും 2 വറ്റൽ മുളകും 1/4 ടീസ്പൂൺ ഓയിലും പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ വേവിപ്പിച്ചെടുക്കാം. പരിപ്പ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു പോട്ട് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് വെണ്ടയ്ക്കയൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ പച്ചക്കറി ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ അല്പം പുളി ഇളം ചൂടുവെള്ളത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുക്ക് ചെയ്ത പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 മീഡിയം സൈസ് തക്കാളി, വഴറ്റി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ആവശ്യത്തിന് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറവിടണം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. നന്നായി പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.